ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോ 2026 തുടക്കമായി. കേരള വ്യവസായ വകുപ്പിന്റെയും കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോമാർട്ടും ചേർന്ന് അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന എക്സ്പോയുടെ 2ാം പതിപ്പ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗാർഹിക തലത്തിൽ പ്രവർത്തിക്കുന്ന ചെറുകിട വ്യവസായങ്ങളെ ശക്തിപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി നാനോ ഗാർഹിക വ്യവസായങ്ങളെ വ്യവസായ വൈദ്യുതി താരിഫിൽ നിന്നും ഒഴിവാക്കി ഗാർഹിക താരിഫിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. വ്യവസായ സ്ഥാപനങ്ങൾക്ക് പകൽ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് 10% നിരക്കിളവ് നൽകാൻ നമുക്ക് സാധിച്ചു. ഇനി പീക്ക് അവറിന് ശേഷവും ചെറിയൊരിളവ് കൂടി മനസ്സിലാലോചിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം ജനുവരി 24 വൈകിട്ട് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ ഫ്രാൻസുമായുള്ള കരാർ അടുത്ത മാസം ഒപ്പുവയ്ക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാകും കരാറിൽ ഒപ്പുവയ്ക്കുക. പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞുവെക്കില്ലെന്നും ധനമന്ത്രി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 35 രൂപ കൂടി 13,180 രൂപയായി. പവന് 280 രൂപ കൂടി 1,05,440 രൂപയായി.